ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഉഴുന്ന് ദോശ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശയും ചട്നിയായിരുന്നു ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കണേ ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ദോശ ചുട്ട് വലിയ മെനയായില്ല, പിന്നെ രണ്ടാമത് എടുത്തതാണിത്. അതിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചട്നി ഉണ്ടാക്കാൻ കടുകും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് പിന്നെ തേങ്ങ പാർന്ന് വല്ലാണ്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നത്തെ പോലും ചോറ് തിളച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് കുക്കറൊക്കെ എടുത്തേക്കാം. പിന്നെ ഇന്ന് എന്താ മുതിര ഇനിത്തണ്ട് ഉപ്പേരി വെക്കൂലേ, അതാണ് കേട്ടോ. അപ്പം നമ്മളാദ്യം മുതിര നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് നമ്മൾ അരിച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. അതെന്തിനാ വെച്ചാൽ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് കുക്കർക്ക് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം എന്താ എണ്ണിത്തണ്ട് ഇടുക കേട്ടോ. എണ്ണിത്തണ്ട് എണ്ണിപ്പിണ്ടി എന്തോ ഒന്ന് കറിയില്ല അത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളി ചാച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എണ്ണിത്തണ്ട് ഇടാം കേട്ടോ. അത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും തോനെ ഉണ്ടാക്കണോണ്ട് നിങ്ങൾ ചോദിച്ചു ഇതെന്താ അത് തിന്നാനായിട്ടാണ്, പണിക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അത് എണ്ണ ചൂടായപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ തേങ്ങ ഇച്ചിരി തേങ്ങ ഇടണുള്ളൂ കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറിയതിന് ശേഷം അറ്റമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമ്മളെ വേവിച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതൊന്ന് ഇട്ടുകൊടുക്കുക. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല മണമാണ്. നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ഇത് വറുത്തിട്ടല്ല നമ്മൾ കുക്കർ വേവിച്ചെടുത്തത്. അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ സാധനം. പിന്നെ മീൻകറി ഇരുന്നു. അപ്പോൾ ഇതിന് ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാളയോ കുഞ്ഞുള്ളിയോ ഒക്കെ ഇട്ടാൽ മതി. കുഞ്ഞുള്ളിയൊക്കെ മെനക്കെട്ട പണിയാണ്, കുറേ നേരം എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സവാള തന്നെ ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇട്ട ഒരു മധുരമായ പോലെ തോന്നുന്നതുകൊണ്ട് കുറച്ച് മാത്രം സവാള ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് പിന്നെ അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഒന്നായി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളെ കറിവേപ്പിൻ്റെ ഇലയും മസാലകളും ഒക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ അല്ലാതെ ഒരു പരിപാടിയും ഇല്ലല്ലോ. നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ കുറേ ഇടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. മല്ലിപ്പൊടി, പിന്നെ മുളകും പൊടി, പിന്നെ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ മസാലകളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുമല്ലോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുളിവെള്ളം പാരുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളം കുറച്ച് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ കുറേ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ അതൊരു ലൂസ് കറിയാണെന്ന് തോന്നും, പക്ഷേ അല്ല. നമ്മളെ കറി നല്ല തിക്കായിട്ട് വരുന്ന വരെ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പം നല്ല വറ്റി കുറുകി വരും. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം മത്തി ഇങ്ങനെ ഒരു വര ഇട്ടെടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയ അയൽക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് മൂടി വെച്ച് നമ്മളെ ബാക്കി പണിയൊക്കെ നോക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണി എന്താ, അടുക്കള ക്ലീനാക്കുക, പാത്രം കഴുകുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താക്കണം, ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളത് കുറച്ച് വ്യൂ ഉള്ളെങ്കിലും കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് അടിച്ചോണേ. അപ്പം നാളെ കാണാം. ടാറ്റ, ബൈ, സീ യു.